ബംഗ്ലാദേശി കുടിയേറ്റക്കാർക്കെതിരെ നടപടി തുടർന്ന ഡൽഹി പോലീസ്. റോഹിംഗ്യകളെയും ബംഗ്ലാദേശികളെയും ഡൽഹിയിൽ എത്തിക്കുന്ന റാക്കറ്റിലെ 11 പേർ പിടിയിലായി. ഇവർ വ്യാജ ആധാറും തിരിച്ചറിയൽ കാർഡും കുടിയേറ്റക്കാർക്ക് നൽകിയാണ് ഭാരതത്തിൽ എത്തിക്കുന്നത്. വിവരങ്ങളുമായി ഗൗതം ചേരുന്നുണ്ട്. ഗൗതം, വിശദാംശങ്ങൾ. രാജീവേ, കഴിഞ്ഞ ആഴ്ച ഡൽഹി പോലീസ് വിവിധ കോളനികളിലെത്തി ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തുകയും അവരുടെ ആവാസ സ്ഥലങ്ങളിൽ ഉൾപ്പെടെ ഒരു പരിശോധനയൊക്കെ നടത്തിയിരുന്നു. അതിൻ്റെ തുടർ നടപടി എന്ന നിലയിലാണ് ഇപ്പോൾ ഈ ബംഗ്ലാദേശികളെയും അതോടൊപ്പം തന്നെ റോഹിംഗ്യകൾക്കും രാജ്യതലസ്ഥാനത്ത് എത്താനും ഇവിടെ സുഖമായി കഴിയാനും പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊടുക്കുന്ന വലിയ രാജ്യവിരുദ്ധ റാക്കറ്റ് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു എന്നാണ് ഡൽഹി പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ റാക്കറ്റിലെ 11 പേരെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ 11 പേർ ചെയ്തിരുന്ന പ്രവൃത്തി എന്നത് ഒന്ന്, ആധാർ കാർഡുകൾ വ്യാജമായി നിർമ്മിച്ച് ഈ റോഹിംഗ്യകൾക്കും അതുപോലെ തന്നെ ബംഗ്ലാദേശി കുടിയേറ്റക്കാർക്കും നൽകുന്നു. അതോടൊപ്പം തന്നെ വോട്ടർ ID കാർഡുകൾ വ്യാജമായി നിർമ്മിക്കുക, അത് ഇവർക്ക് നൽകുക. അങ്ങനെ വോട്ടെടുപ്പിൽ ഉൾപ്പെടെ ഇവരെ സമ്മതിദാന വിനിയോഗിക്കുക. ഇത്തരം കാര്യങ്ങൾ, അതായത് പൂർണ്ണമായും രാജ്യവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന റാക്കറ്റിലെ 11 പേരെയാണ് ഇപ്പോൾ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബംഗ്ലാദേശി അതോടൊപ്പം തന്നെ റോഹിംഗ്യ കുടിയേറ്റക്കാർക്കെതിരെ കടുത്ത ഒരു രാഷ്ട്രീയ വിഷയമായി കൂടി ഇപ്പോൾ മാറുകയാണ്. അനധികൃത കുടിയേറ്റക്കാർക്ക് എല്ലാ പിന്തുണയും അവസരവും നൽകുന്നത് ആം ആദ്മി സർക്കാരാണ് എന്ന വിമർശനവുമായി BJP ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. BJPയുടെ ദേശീയ IT സെൽ മേധാവിയായ അമിത് മാളവിയും അതോടൊപ്പം തന്നെ ഡൽഹിയിലെ പല പ്രമുഖ നേതാക്കളും ആം ആദ്മി സർക്കാർ റോഹിംഗ്യകളെയും ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റക്കാരെയും സംരക്ഷിക്കുന്നു എന്ന വിമർശനം ഉയർത്തിക്കൊണ്ട് രംഗത്തെത്തുന്നു. അതായത് ഈ കുടിയേറ്റക്കാർ ആം ആദ്മിക്ക് വോട്ട് ചെയ്യുകയാണ്. ആം ആദ്മിയുടെ പ്രാദേശിക നേതാക്കളുടെയും മറ്റും പിന്തുണയോടുകൂടിയാണ് ഇവർക്ക് വ്യാജ തിരിച്ചറിയൽ കാർഡും അതുപോലെ തന്നെ ആധാർ ഉൾപ്പെടെ ലഭിക്കുന്നത് എന്നതാണ് ഇപ്പോൾ BJP ചൂണ്ടിക്കാണിക്കുന്നത്. ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുകയാണ്. ഇപ്പോൾ ഈ ബംഗ്ലാദേശി കുടിയേറ്റക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടി ഉയർന്നു വരുന്നത്. രാജീവ്. യെസ്.